ഹായ് എവരിവൺ, ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ബ്ലോഗാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ വേറെ ആരുടെയല്ല, എൻ്റെ സ്വന്തം നാത്തൂൻ്റെയാണ്. ചേച്ചി ദുബായിലാണ്, ആളിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ സർപ്രൈസിൻ്റെ ഭാഗമായിട്ട് ചേച്ചിയോട് നമ്മൾ ട്രാഫിക്കിലാണ്, ലേറ്റ് ആകുന്നുണ്ട്, അങ്കിളും ആൻറ്റിയും ആയിരിക്കും പിക്ക് ചെയ്യാൻ വരുന്നതെന്നാണ് ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ, മറ്റേ ബാക്കി നിൽക്കുന്നതാണ് ചേച്ചി. അപ്പോൾ ചേച്ചി വന്നപാടെ നമ്മളെല്ലാവരും ചേച്ചിക്ക് ബർത്ത്ഡേ വിഷസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബെന്നി അങ്കിളും ആൻറ്റിയും കൂടിയാണ് ചേച്ചിനെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ സ്വന്തം ക്യൂട്ട് ലിറ്റിൽ ബൂബു, അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഏറ്റവും ഇളയ ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബെല്ലക്കുട്ടി വന്നപാടെ ബൂബുവായിട്ട് അങ്ങ് സെറ്റായില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു ആ കരച്ചിൽ. പിന്നെ ആയപ്പോഴത്തേക്ക് അവൾ ജസ്റ്റ് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ആ കരച്ചിലങ്ങ് ചെറുതായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് വെച്ചു. അപ്പോൾ വന്നപാടെ എല്ലാവരും ബർത്ത്ഡേ വിഷസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബൂബുവിൻ്റെ പുറകെയായിരുന്നു. അപ്പം കുട്ടികൾ രണ്ടുപേരും, ബെല്ലയാണെങ്കിലും റോസും ആണെങ്കിലും ബൂബുവായിട്ട് പയ്യെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും പിടിക്കണമെന്നുണ്ട്, പക്ഷെ ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഇത് ആൻറ്റി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രേപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഭയങ്കര കളർഫുള്ളും ആയിരുന്നു, ആൻറ്റിക്ക് നല്ല കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് ടേസ്റ്റിയുമായിരുന്നു. അപ്പോൾ ബൂബു ഇതിൻ്റെ ഇടയ്ക്കൂടെ ചുറ്റുപാടും ഓടി നടപ്പായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. സോഫയുടെ മണ്ടയിൽ കയറുന്നു, ഇറങ്ങി ഓടുന്നു, നടക്കുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ആസ്യൂഷ്വൽ കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി കണ്ടതുകൊണ്ട് അതിൻ്റെ വർത്തമാനവും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. ഇത് ദേവൻ, ബെന്നി അങ്കിളിൻ്റെ ബിൻസിയാൻ്റെയുടെ മോനാണ്. ആൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റിംഗ് ആണ്. പിന്നെയുള്ളത് ബിന്ദക്കുട്ടി ഇപ്പോൾ 8ലേക്ക് ആണ്, ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ആൾ. ഇപ്പോൾ ഇത് ഫുൾ ചിറ്റ്ചാറ്റാണ്. ഇത്രയും നാളും ഉള്ളതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ചേച്ചിയുടെ അടുത്ത് സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒന്നും ഇതുവരെ ആരും അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ചേ മിണ്ടിയിട്ടില്ല. പിന്നെ ബൂബു ആദ്യം എല്ലാവരും കണ്ടിട്ട് അവനെ അങ്ങ് അടുക്കുന്നുണ്ടായിരുന്നില്ല. അവന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് അങ്ങ് ഇണങ്ങി. ഇപ്പോഴത്തേക്ക് കാണുന്നത് പോലെ നമ്മുടെ അടുത്ത് മടി കയറി വന്നിരിക്കും. ഭയങ്കര ഇതായിരുന്നു. പിന്നെ റോസ് ആദ്യം ബൂബുവിനെ കണ്ടതിൻ്റെ ആ ഒരു ഷോക്കിങ്ങിലായിരുന്നു. ഒക്കെ പിടിക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങ് അടുത്തോട്ടങ്ങ് ചെല്ലാനായിട്ടുള്ളൊരു ചെറിയ പേടി. പിന്നെ റോസ് ഓൾമോസ്റ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് ഓക്കെ ആയി. ആൾ ബോളൊക്കെ എടുത്ത് കളിക്കാനായിട്ടിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ പിന്നെ പഴയ കലപില സംസാരങ്ങളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബുബുവിനെ കളിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ചേച്ചിയോട് സർപ്രൈസ് ബർത്ത്ഡേ കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചു. ചേച്ചിയുടെ കേക്ക് എടുത്ത് വെച്ചു. കേക്ക് എടുത്തിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ചേച്ചിക്ക് സർപ്രൈസ് ആയിരുന്നു കേക്കിൻ്റെ കാര്യം. ഇതാണ് നമ്മുടെ കേക്ക്, ബെൽജിയൻ ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഭയങ്കര ഭംഗിയുള്ള കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ തിരി കത്തിച്ച് വെച്ച് അഴുക്കാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ തിരി സൈഡിലൊരു ട്രീ ആയിട്ടാണ് കത്തിച്ച് വെച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേച്ചി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്യാൻഡിൽ ഊതുന്ന കാര്യം ചേച്ചി ഓർത്തത്. ക്യാൻഡിൽ ഊതി കേക്കും കട്ട് ചെയ്തു. പാടി റോസും ആണെങ്കിൽ എൻ്റെ കയ്യിലിരുന്നിട്ട് ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇറങ്ങിപ്പോകണം, നമുക്ക് ഇരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം മനോഹരമായിട്ട് തകൃതിയായിട്ട് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തന്നു, ഞങ്ങളെല്ലാവരും ചേച്ചിക്ക് കേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ, അതാണല്ലോ എൻ്റെ ഒരു രീതി. അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് റോസും എൻ്റെ കയ്യിൽ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവളുടെ ടോയും കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. ആൾക്ക് കയ്യിലിരിക്കാൻ ഭയങ്കര മടിയാണ്, എപ്പോഴും എതിലെങ്കിലും ഓടി നടക്കണം. അവളെ നോക്കിയപ്പോൾ അവളുടെ ടോയ് എടുത്തോണ്ട് ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുന്ന ആളേ അല്ല എന്നുള്ള രീതിയിൽ ഒരിടത്ത് പോയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവരും ഓരോ പീസ് കേക്കും കൂടി കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ബൂബു ഇതിൻ്റെ ഇടയ്ക്കൂടി ഓടി നടപ്പുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബൂബുവിൻ്റെ കൂടാണ്. എൻ്റെ ഫ്രണ്ടിലാണ് റോസും ഇരിക്കുന്നത്. അവൾക്ക് വന്നപ്പം തൊട്ടേ ആ കൂടിലൊരു നോട്ടം ഉണ്ടായിരുന്നു.
ബൂബുവിൻ്റെ ബോളൊക്കെ എടുത്ത് വെച്ചിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്, ഓപ്പൺ ക്ലോസ്. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റോസ് കറങ്ങി തിരിഞ്ഞ് ബൂബുവിൻ്റെ കൂടിൻ്റെ അടുത്തെത്തി. അവൻ ചെറുതായിട്ട് അവളുടെ അടുത്ത് ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ചു. അടുത്തിരുന്നോണ്ട് ഞെട്ടിപ്പോയി. ഇത് നോനോ പറയുന്നതാണ്, അവനോട് കൂടിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് കംപ്ലൈൻറ്റും വന്നു, അവന് വന്ന് കുറച്ചു എന്നുള്ള കാര്യം. അവൻ്റെ ബോളും എടുത്തിട്ടാണ് ആൾ നടക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു ബൂബുവിന്. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പിടുത്തമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ആ വന്നപ്പോൾ ഉള്ള പിള്ളേർക്ക് രണ്ടുപേർക്കും വന്നപ്പോൾ ഉള്ള ആ ഒരു ചെറിയ പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടുപേരും ബൂബുവായിട്ട് ഭയങ്കര കമ്പനിയായി. ബൂബു ആണെങ്കിൽ അതിലും കൂടുതൽ കമ്പനിയായി. ആളിങ്ങനെ ഓരോരുത്തരുടെ മടി കൂടെ ചാടി 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 നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു. അവനും അവൻ്റെ ആ കംഫർട്ട് സോണിലേക്ക് ആളെത്തി. നമ്മുടെ മടിയിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആൾ അനങ്ങാണ്ട് അവിടെ എത്ര നേരം വേണേലും ഇരിക്കും. അപ്പോൾ റോസുൻ്റെ പ്രധാന പരിപാടി ബൂബുവിൻ്റെ ടോയ് എടുത്തുകൊണ്ട് ഓടുക, അവനെ പുറകെ വരുത്തുക. ഇതായിരുന്നു അവളുടെ പ്രധാന പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ബൂബു ആണെങ്കിൽ റോസുവിൻ്റെ കയ്യിലിരിക്കുന്ന ടോയ് എടുത്തുകൊണ്ട് അവൻ തിരിച്ചു കൊടുക്കും. അതുനേരം അവൾ പുറകെ വരും. ഇത് തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയത്തേക്കുള്ള പരിപാടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചായൻ്റെ ഇടയിൽ ബൂബു ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ആൾക്ക് വന്നൊന്ന് ടച്ച് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോഴാണ് അവൾ ശരിക്കും അവനൊന്ന് ടച്ച് ചെയ്യുന്നത്. കളിയും ഓട്ടപ്പിടുത്തമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങ് ടച്ച് ചെയ്യാനായിട്ട് അവൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. ടച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ആൾക്ക് വിടാൻ ഭയങ്കര വഴിയായിരുന്നു. എപ്പോഴും പോയിട്ട് അവനെ പിടുത്തമായിരുന്നു. അവനെ പിടിക്കുക, മസാജ് ചെയ്യുക, അവൻ പോകുന്ന പുറകെ ഓടുക, ഇതൊക്കെയായിരുന്നു അവളുടെ പരിപാടി. ബെല്ലയാണെങ്കിൽ ബൂബുവായിട്ട് പെട്ടെന്ന് തന്നെയാണെങ്കിൽ ഇപ്പം ഈ കാണുന്നത് പോലെ ബൂബുവിൻ്റെ ടോയ് എടുത്തുകൊണ്ട് റോസ് ഓടുവാണ്. ബൂബുവിനൊരു ടോയ് ഉണ്ട്, അവനിപ്പോൾ ആ ടോയ് തന്നെ വേണം. അതിന് കസേരയുടെ അടി കയറി ആൾ ഒളിഞ്ഞിരിക്കുകയാണ് ബൂബുവിന് ടോയ് കൊടുക്കാതിരിക്കാനായിട്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കളിയായിരുന്നു ത്രൂ ഔട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഇവൻ ഇടയ്ക്ക് ഇതുപോലെ ഓടും, കളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ബിന്ദുക്കുട്ടിയുടെ നല്ല അടിപൊളി ഒരു ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിന്ദുക്കുട്ടിയുടെ ഡാൻസും പിള്ളേരുടെ കലപിലയും ബൂബുവിൻ്റെ ഓട്ടവും എല്ലാം കൊണ്ടും ആകെപ്പാടെ അടിപൊളിയായിരുന്നു. നല്ല ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഡേ ആയിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരിക്കാൻ നമ്മൾ സമയം പോകുന്നത് അറിയില്ലല്ലോ. ആകെപ്പാടെ ഫുൾ ഓൺ എൻ്റർടൈൻ ആയിരുന്നു. ബൂബു ആണെങ്കിലും അങ്കിളും ആൻറ്റി ആണെങ്കിലും ഇതുപോലെ ഈ ഓട്ടമായിരുന്നു ഫുൾ ടൈം. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും. ഇത് തന്നെ. അവൾക്കാണെങ്കിൽ ബൂബുവിനെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൂബുവിൻ്റെ പുറകെ ഓടുക, ബൂബുവിനെ തിരിച്ചു കൊണ്ടുവരിക, ഇതായിരുന്നു അവളുടെ പരിപാടി ഫുൾ ടൈം. ബൂബു കുരയ്ക്കുന്നത് കേൾക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുരയ്ക്കുമ്പോൾ ഭയങ്കര ശരിയാണ്. കുരപ്പിക്കാൻ വേണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഓട്ടമായിരുന്നു അവളുടെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ റോസു അവൾ നോക്കി വെച്ചിരുന്ന ബൂബുവിൻ്റെ കൂട്ടിൽ ചെറുതായിട്ടൊന്ന് കയറിയിരുന്നു. ആൾ കുറച്ച് നേരമായിട്ട് അത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് തന്നെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ആളതിനകത്ത് കയറിയിരുന്നു. അതിനകത്ത് കയറിയിട്ട് ആൾക്ക് ഇറങ്ങി വരാൻ ഭയങ്കര മടിയായിരുന്നു. അവളെ ഇറങ്ങാൻ വിളിച്ചിട്ട് നോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇറങ്ങുകയില്ലായിരുന്നു. പിന്നെ ഒരു തരത്തിൽ ഞാൻ അവളെ പയ്യെ കുറച്ച് മിസ് റേച്ചിൽ വെച്ച് തരാം അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത്, എന്നാലും വരാൻ മടിയായിരുന്നു. മിസ് റേച്ചിലൊക്കെ വെച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ ആളുടെ ഫേവറേറ്റ് ഷോയാണ് മിസ് റേച്ചിൽ. അപ്പോൾ അതൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പയ്യെ അതിനകത്തുനിന്ന് ഒരു തരത്തിൽ പിടിച്ചിറക്കി എന്ന് വേണം പറയാൻ. കാലൊക്കെ വെച്ചിട്ട് ആൾ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു, വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു തരത്തിൽ പിടിച്ചിറക്കി. ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്കൊന്ന് ഇറങ്ങി. ജസ്റ്റ് കഴിക്കാനായിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ
ഇവിടെയുള്ള ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ആലിബാബ ആൻഡ് 41 ഡിഷസ് അങ്ങോട്ടേക്കാണ് നമ്മളെല്ലാവരും കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. റോഡ് സൈഡിൽ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ. നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ വലിയൊരു അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അക്വേറിയത്തിൽ കുറേ ഫിഷസും ഉണ്ടായിരുന്നു. എല്ലാം വലിയ വലിയ ഫിഷസ് ആയിരുന്നു. അപ്പോൾ ഫിഷസിനെയൊക്കെ കണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. നമ്മൾ ചെറിയ സ്റ്റാർട്ടറും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അറബിക് പ്ലേറ്ററാണ്. അവരുടെ കൊണ്ടുവച്ച രീതി ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാ ഡിഷസും കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് ആ പ്ലേറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ പൂളിലേക്ക് എത്തി. ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ കുറച്ച് സമയം പൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയാണ് വന്നത്. കുട്ടികൾക്ക് 2 പേർക്കും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പൂളിൽ നിന്ന് കയറാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം വെള്ളത്തിക്കളിയായിരുന്നു. പിന്നെ ഒരു തരത്തിലാണ് 2 പേരും പിടിച്ച് വലിച്ച് റൂമിലേക്ക് എത്തിച്ചത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ ചിലവാക്കുമ്പോഴാണല്ലോ ഓരോ ഡേയും നമുക്ക് മെമ്മറബിൾ ആയിട്ട് മാറുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു എവരിവൺ.